സർക്കാർ പുലർത്തിവരുന്ന അപലപനീയമായ അവഗണനയുടെയും നിരാകരണത്തിന്റെയും അടുത്ത അധ്യായത്തിലൂടെ കടന്നുപോവുകയാണ് നമ്മുടെ ആശാപ്രവർത്തകർ. അവരുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തി വിദഗ്ധ സമിതി നൽകിയ ശുപാർശകളിൽ ഇനിയും തുടർ നടപടികളില്ലാത്തത് ഒരു ജനകീയ സർക്കാരിന് ചേരുന്നതേയല്ല. ആശാവർക്കർമാരുടെ സമരത്തെ പരമാവധി തളർത്താൻ ശ്രമിച്ച സർക്കാർ ഇപ്പോഴും അവരുടെ അതേ നിലപാട് തുടരുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. സേവന കാലാവധി കണക്കാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കാമെന്നതടക്കം വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ അധ്യക്ഷയായ വിദഗ്ധ സമിതി നൽകിയ 22 ശുപാർശകളിൽ ഒന്നെങ്കിലും നടപ്പാക്കിയതായി വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിനുള്ള മറുപടിയിൽ വനിതാ ശിശുവികസന വകുപ്പ് പറയുന്നില്ല. ഏതെല്ലാം നടപ്പാക്കുന്നുണ്ടെന്നും എപ്പോൾ നടപ്പാക്കുമെന്നുള്ള ചോദ്യങ്ങൾക്കും മറുപടിയില്ല. വിദഗ്ധ സമിതി ശുപാർശകൾ നൽകിയെന്ന് കഴിഞ്ഞ മാസമാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതാണ് അവസ്ഥയെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ തന്നെ ആവശ്യമെന്താണ്? സമരം ചെയ്ത ആശമാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാനുള്ള ശുപാർശ പോലും ഇനിയും നടപ്പാക്കാത്തതിന് സർക്കാരിന് എന്ത് ന്യായമാണ് പറയാനുള്ളത്? വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഫെബ്രുവരി 10 മുതലാണ് ആശമാർ സമരം ആരംഭിച്ചത്. CPM-ന്റെയും സർക്കാരിന്റെയും ശത്രുപക്ഷത്താണ് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ എന്നതിനാൽ ഈ വനിതാ ശക്തിയെ പരമാവധി തളർത്താനുള്ള ശ്രമങ്ങളുടെ തുടർച്ചയായി വേണം ഈ അവഗണനയെ കാണാൻ. നിർധനരായ വനിതകൾ തുച്ഛമായ വേതന വർധനവിനു വേണ്ടി നടത്തിയ സമരത്തെ പരിഹസിച്ചും അവഹേളിച്ചും തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ പലതും കേരളം ഇതിനകം കണ്ടുകഴിഞ്ഞു. ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനും ആനുകൂല്യങ്ങൾ നൽകുന്നതിനുമുള്ള ശുപാർശകൾ ധനവകുപ്പിന്റെയും ദേശീയ ആരോഗ്യ ദൗത്യം സംസ്ഥാന ഡയറക്ടറുടെയും പരിഗണനയിലാണെന്നാണ് വനിതാ ശിശുവികസന വകുപ്പ് ഇപ്പോൾ പറയുന്നത്. 10 വർഷം പൂർത്തിയാക്കിയവർക്ക് 1500 രൂപയും മറ്റുള്ളവർക്ക് 1000 രൂപയും ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സമിതി ശുപാർശ ചെയ്തിരുന്നു. ആവശ്യപ്പെട്ടതിന്റെ 10-1 പോലും വർധനയ്ക്ക് ശുപാർശയില്ലെങ്കിലും അതെങ്കിലും നടപ്പാക്കാനുള്ള ഉത്സാഹമില്ല എന്നതാണ് സർക്കാരിന്റെ സമീപനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു തരത്തിലുമുള്ള സേവന വേതന വ്യവസ്ഥയുമില്ലാതെ തുച്ഛവേതനത്തിന് സമൂഹത്തിന്റെ താഴെത്തട്ടിൽ വർഷങ്ങളോളം അക്ഷീണ സേവനം നിർവഹിക്കുന്നവരോടുള്ള ഈ അവഗണന ക്രൂരമാണ്. കാണാമറയത്ത് അരക്ഷിത ജീവിതം നയിക്കേണ്ടി വരുന്നവർക്കും ഈ സമൂഹത്തിൽ തല ഉയർത്തി തന്നെ ജീവിക്കേണ്ടതുണ്ട്. മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകളും തൊഴിൽ സുരക്ഷിതത്വവുമൊക്കെ ആശാവർക്കർമാരുടെയും അവകാശമാണെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞേ തീരൂ. അതുകൊണ്ട് തന്നെ വിദഗ്ധ സമിതിയുടെ ശുപാർശകളിന്മേൽ എത്രയും വേഗം നടപടി ഉണ്ടാവുക തന്നെ വേണം. കേരള പ്രണാമം. ചിന്താശകലങ്ങൾ.